ഉമ്മയ്ക്ക് വെറും 32 വയസ്സേ ഉള്ളൂ ഷാഹി മോളെ. സന്തോഷത്തോടെ ഒരു ജീവിതമൊന്നും അൻ്റെ ഉപ്പയുടെ കൂടെ ജീവിച്ചപ്പോൾ ഉമ്മയ്ക്ക് കിട്ടിയിട്ടില്ലാന്ന് നിനക്ക് തന്നെ അറിയാലോ. അൻ്റെ ഉപ്പയുടെ വീട്ടിൽ നിന്നും അവിടെയുള്ള എല്ലാവരെയും എല്ലാത്തിനെയും ഉപേക്ഷിച്ച് നീയും നിന്റെ ഉമ്മയും ഇറങ്ങിപ്പോകുന്നതും എന്തിനാണെന്ന് നിനക്കറിയാലോ. മറന്നോ നീ അതൊക്കെ? തന്നെ അരികിൽ പിടിച്ചിരുത്തി മൂത്തമ്മയുടെ മറ്റു വീട്ടുകാരും എന്തൊക്കെയോ പറഞ്ഞും ചോദിച്ചും തുടങ്ങുമ്പോൾ ഷാഹിനയുടെ നോട്ടം എല്ലാവർക്കും പുറകിലായി തലകുനിച്ചു നിൽക്കുന്ന തൻ്റെ ഉമ്മ റാബിയയിൽ മാത്രമായി തങ്ങി. എപ്പോഴോ ഒന്ന് മുഖമുയർത്തി എല്ലാവരെയും നോക്കാൻ ശ്രമിച്ച റാബിയുടെ നോട്ടവും തന്നെ മാത്രം നോക്കി നിൽക്കുന്ന ഷാഹിനയുടെ കണ്ണുകളുമായി ഇടഞ്ഞു. ഇരുമിഴികളും ഒരേപോലെ നിറഞ്ഞു. ഉമ്മാക്ക് ഇഷ്ടവും സന്തോഷവും സമ്മതവുമാണ്. ഇനിയൊരു കല്യാണത്തിനെങ്കിൽ എനിക്കും സമ്മതമാണ് മൂത്തമ്മ. എൻ്റെ ഉമ്മയുടെ ഒരു സന്തോഷവും ഞാൻ കാരണം ഇല്ലാതാവരുത്. പാവല്ലേ എൻ്റെ ഉമ്മ. ഷാഹിനയിൽ നിന്നും പുറത്തേക്ക് വന്ന വാക്കുകൾക്ക് ഒരു 15 വയസ്സുകാരിയുടെ വാക്കിനേക്കാൾ പക്വത എപ്പോൾ ഉണ്ടായിരുന്നു. റാബിയുടെ കല്യാണം ഭാര്യ മറ്റൊരുത്തിനൊപ്പം ഇറങ്ങിപ്പോയ സുനീറുമായി ഉറപ്പിച്ചതും നടത്തിയതും വളരെ പെട്ടെന്നാണ്. നിക്കാഹ് നടത്തി ബന്ധുജനങ്ങൾ ഒഴിവായതും ആർക്കോ ഫോൺ ചെയ്തു തനിച്ചു മാറി നിൽക്കുന്ന സുനീറിനടുത്തേക്ക് ഒട്ടൊരു പരിഭ്രമത്തോടെയാണ് ഷാഹി ചെന്നത്. തനിക്കടുത്തേക്ക് തനിച്ചു നടന്നു വരുന്ന ഷാഹിയെ സുനീറും ഒന്ന് തുറച്ചു നോക്കി. ആ നോട്ടമേറ്റപ്പോൾ ഷാഹി ഓർത്തത് മൂത്തമ്മയും മറ്റു ബന്ധുജനങ്ങളും ഉമ്മയുടെ നിക്കാഹ് തീരുമാനിച്ചപ്പോൾ മുതൽ തനിക്ക് തന്ന ഉപദേശ കൂമ്പാരങ്ങളെ പറ്റിയാണ്. രണ്ടാനമ്മയും രണ്ടാനച്ഛനും എപ്പോഴും എല്ലാവർക്കും എല്ലാ കഥകളിലും വില്ലന്മാരാണ്. ഇവിടെ തനിക്ക് കിട്ടിയിരിക്കുന്നത് രണ്ടാനച്ഛനെയാണ്. 15 വയസ്സുള്ള അത്യാവശ്യം നല്ല ശാരീരിക വളർച്ചയുള്ള തനിക്ക് ലഭിച്ച ഉപദേശങ്ങൾ ഓർത്തതും തന്നെ നോക്കുന്ന സുനീറിൻ്റെ മുഖത്തേക്കും പിന്നെ ആ കണ്ണുകളിലേക്കും നോട്ടമെയ്തു ഷാഹി. തന്നെ നോക്കുന്ന ആ കണ്ണുകളിൽ തെളിഞ്ഞു കാണുന്നത് കാമമോ വാത്സല്യമോ അല്ലയോ എന്ന് താൻ ചെന്നത് എന്തിനാണെന്ന് അറിയുവാനുള്ള കൗതുകമാണ് എന്ന് എളുപ്പം തിരിച്ചറിഞ്ഞു അവൾ. അത്ര നേരം തന്നെ കീഴടക്കിയിരുന്ന എന്തോ ആ നിമിഷം തന്നെ വിട്ടുപോയതുപോലെ തോന്നി അവൾക്ക്. അങ്കിൾ. ഷാഹി വിളിച്ചതും അവളെ അമ്പരന്ന് നോക്കി സുനീർ. എളാപ്പാന്നൊരു വിളിയാണ് അവളിൽ നിന്ന് അയാൾ പ്രതീക്ഷിച്ചത് എന്നത് വ്യക്തം. എൻ്റെ ഉമ്മ ഒരു പാവാണ്. എൻ്റെ ഉപ്പയും ഉപ്പയുടെ വീട്ടുകാരും ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ട് എൻ്റെ ഉമ്മയെ. അതും എൻ്റെ പേരിൽ. ഞാൻ എൻ്റെ ഉപ്പയുടെ രക്തത്തിൽ ജനിച്ചതല്ലെന്നും എൻ്റെ ഉമ്മയ്ക്കൊരു കാമുകനുണ്ടെന്നും ഉമ്മയുടെ കുടുംബത്തിലുള്ളവർ വിശ്വസിച്ചിരുന്നു. എനിക്കെൻ്റെ ഉപ്പയുടെയോ ആ കുടുംബത്തിലെ മറ്റാരുടെയോ മുഖസാമ്യം ഇല്ലെന്നാണ് അവരതിന് പറഞ്ഞ കാരണം. ആ വിശ്വാസം കൊണ്ടാവാം ഉപ്പയുടെ അനിയൻ എൻ്റെ എളാപ്പ എന്നെയും എൻ്റെ ഉമ്മയും വെറും ഒരു ശരീരമായി കണ്ട് ഉപദ്രവിക്കാൻ നോക്കിയത്. അന്നാണ് എന്നെയും കൂട്ടി ഉമ്മ വീട്ടിൽ നിന്നും ഇറങ്ങിയത്. ഞാനാണ് എൻ്റെ ഉമ്മയുടെ ജീവിതം തകരാൻ കാരണക്കാരിയായതെന്ന് പലരും ഇവിടെ ഒളിഞ്ഞും തെളിഞ്ഞും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ. അങ്കിൾ ഉമ്മയെ നിക്കാഹ് കഴിച്ചു കഴിഞ്ഞാലും എൻ്റെ പേരിൽ നിങ്ങളുടെ ഇടയിൽ വഴക്ക് സംഭവിക്കുമെന്ന് ഇവർ സംശയം പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ. അങ്ങനെയൊന്നും എൻ്റെ പേരിൽ നിങ്ങൾക്കിടയിൽ ഉണ്ടാവരുത് അങ്കിൾ. ഞാൻ നിങ്ങൾക്കിടയിലേക്ക് വരില്ല ഒന്നിനും. എൻ്റെ ഉമ്മയെ ഹാപ്പിയാക്കി വെച്ചാൽ മാത്രം മതി. പ്രായത്തിലുമേറെ പക്വതയോടെ തന്നോട് വേഗത്തിൽ സംസാരിച്ച് തീർക്കുന്ന ഷാഹിയെ കണ്ണെടുക്കാതെ നോക്കി സുനീർ. അവൾ പറഞ്ഞ അവളുടെയും റാബിയയുടെയും ജീവിതത്തെപ്പറ്റി നിക്കാഹിന് മുമ്പേ അന്വേഷിച്ചറിഞ്ഞിരുന്നു സുനീർ. ഞങ്ങൾക്കിടയിലേക്ക് ഒന്നിനും വരില്ലെന്ന് ഷാഹി പറഞ്ഞത് സത്യം തന്നെയാണോ? അല്പനേരം അവളെ നോക്കി നിന്ന ശേഷം സുനീർ ചോദിച്ചതും എത്ര മറച്ചു പിടിച്ചിട്ടും ഒരു വിഷാദം തെളിഞ്ഞുപോയി ഷാഹിയിൽ. ഞാൻ വരില്ല അങ്കിൾ. ഞാനിവിടെ മൂത്തമ്മയുടെ കൂടെ നിന്നോളാം. വിശ്വസിക്കാം അങ്കിളിന് എന്നെ. ഒന്ന് പതറിയെങ്കിലും പറഞ്ഞു ചിരിയോടെ തന്നെ അവൾ. അങ്ങനെയാവുമ്പോൾ ഷാഹിക്കുമ്മയ്ക്ക് ഷാഹിയെ കാണാൻ തോന്നില്ലേ? ഷാഹിക്ക് തോന്നിയില്ലെങ്കിലും ഒരുപാട് അർത്ഥം വെച്ചൊരു ചോദ്യം സുനീർ ചോദിച്ചതും ഒന്ന് വിളറി ഷാഹി. ഉമ്മയ്ക്ക് എന്നെ കാണാൻ തോന്നുമ്പോൾ അങ്കിളിന് കൂടി സമ്മതവും സമയവുമുള്ള ദിവസങ്ങളിൽ ഉമ്മയും കൂട്ടി ഇങ്ങോട്ട് വന്നാൽ മതി. മറുപടി വേഗത്തിൽ വന്നു ഷാഹിയിൽ നിന്നും. അതെനിക്ക് ബുദ്ധിമുട്ടാണ് ഷാഹി. ഇവിടെയുള്ളവരുടെ അടുത്തേക്ക് എപ്പോഴും ഒരു വരവൊന്നും എനിക്ക് സാധിക്കില്ല. ഷാഹി വേറെന്തെങ്കിലും പരിഹാരം കണ്ടുപിടിക്ക്. വരും ഉമ്മയെ കാണാൻ. തൻ്റെ മറുപടിയിൽ തന്നെ പകച്ചു നോക്കുന്ന ഷാഹിയെ കണ്ടില്ലെന്ന് നടിച്ച് വേഗം വീടുമറത്തേക്ക് നടന്നു സുനീർ. അയാളുടെ സംസാരവും അവഗണിച്ച വിധത്തിലുള്ള പോക്കും ഷാഹിയുടെ കണ്ണുകൾ നിറച്ചെങ്കിലും കണ്ണുനീർ പുറത്തേക്ക് ഒഴുകാൻ അനുവദിക്കാതെ തടഞ്ഞവൾ. വേഗം തന്നെ നിക്കാഹിൻ്റെ അന്ന് പെണ്ണിൻ്റെ വീട്ടിൽ നിൽക്കുന്ന രീതി അനുസരിച്ച് സുനീർ അന്ന് തങ്ങിയത് റാബിയുടെ വീട്ടിലാണ്. ഏറെ രാത്രിയാവും മുമ്പേ മുറിയിലേക്ക് എത്തിയ റാബിയുടെ മുഖത്തെ തെളിച്ചക്കുറവും നിറഞ്ഞ കണ്ണുകളും മുറിയിലെ ഡിം ലൈറ്റിൻ്റെ വെട്ടത്തിലും തെളിഞ്ഞു കണ്ടയാൾ. ചോദ്യങ്ങളോ ഉത്തരങ്ങളോ ഇല്ലാതെ അന്നത്തെ രാത്രി തന്നെ തൻ്റെ ശരീരത്തിൽ ആധിപത്യം സ്ഥാപിക്കുന്നവനെ അറിയെ ഒരു കരച്ചിൽ പിടഞ്ഞുയർന്നു റാബിയയിൽ. സുനീറുമായുള്ള തുറന്ന സംസാരത്തിലൂടെ ഷാഹിയെ തൻ്റെ ഒപ്പം കൊണ്ടുപോകാനുള്ള അനുവാദം
അവനിൽ നിന്നും വാങ്ങാൻ കാത്തുനിന്ന് അവളുടെ സകല പ്രതീക്ഷയും തകർക്കുന്നതായിരുന്നു സുനീറിൻ്റെ നീക്കം. അവൻ്റെ നീക്കങ്ങളെ തടയണമെന്ന് മനസ്സ് ആഗ്രഹിക്കുമ്പോഴും തൻ്റെ എതിർപ്പ് അവനിലൊരു ദേഷ്യം തന്നോട് തോന്നിപ്പിക്കുമോ എന്ന ചിന്തയിൽ നിശബ്ദയായി റാബിയ. നിശ്വാസമയച്ച നിമിഷം തന്നെ അവളിൽ നിന്നും അകന്നു മാറിയിരുന്നു സുനീറും. പിറ്റേന്ന് പുലർച്ചെ റാബിയും സുനീറും പോവാനൊരുങ്ങി വന്നതും അവരെ യാത്രയക്കാനായി ചിരിച്ച മുഖത്തോടെ മുമ്പിൽ തന്നെ നിന്നു ഷാഹിയും. ഷാഹി, വാ, വന്ന് കയറ്. തങ്ങളുടെ കാറിൻ്റെ ബാക്ക് ഡോർ തുറന്ന് സുനീർ ഷാഹിയെ വിളിച്ചതും അയാളെ പകച്ചു നോക്കി ഷാഹി. എൻ്റെ ഭാര്യ എന്നെ ഉപേക്ഷിച്ച് മറ്റൊരുത്തിനൊപ്പം പോയപ്പോൾ അവൾക്കൊപ്പം എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ മകളെ കൂടിയാണ്. ഇന്ന് ഞാൻ ഒരുവേള എൻ്റെ ഭാര്യയായി കൂടെ കൂട്ടുമ്പോൾ അവൾക്കൊപ്പം എനിക്ക് തിരികെ കിട്ടുന്നതും നീ എന്ന മകളെ കൂടിയാണ്. നിനക്ക് ഉപ്പയായിരിക്കുന്നതിനേക്കാൾ ഞാൻ ആഗ്രഹിക്കുന്നത് നിനക്ക് അങ്കിളായിരിക്കാനാണ് ഷാഹി. എന്നും എപ്പോഴും നിനക്കൊരു സുഹൃത്തായ അങ്കിൾ ആയി ഞാൻ ഉണ്ടാവും നിനക്കൊപ്പം. എൻ്റെ കണ്ണിൽ ഒരിക്കലും നീ എന്ന പെൺകുട്ടിയോട് വാത്സല്യം എന്ന ഭാവത്തിനപ്പുറം മറ്റൊന്നും തെളിയില്ല. അത് നിനക്കുള്ള എൻ്റെ ഉറപ്പ്. നീ എന്ന പെൺകുട്ടി എനിക്ക് ആരാണെന്ന ഉറപ്പ് നിൻ്റെ ഉമ്മയ്ക്കും ഞാൻ കഴിഞ്ഞ ദിവസം നൽകിയിട്ടുണ്ട്. നിന്നെ പോലൊരു സുഹൃത്തിനെ നഷ്ടപ്പെടുത്താൻ അങ്കിളിന് പറ്റില്ല ഷാഹി. അതുകൊണ്ട് മുന്നോട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മൂന്നാൾ മാത്രം മതി. ഉമ്മയെ സ്വന്തം ജീവനേക്കാൾ സ്നേഹിക്കുന്ന, ഉമ്മയുടെ സന്തോഷത്തിനായി എന്തും സഹിക്കുന്ന നിന്നെ പോലൊരുവളെ സുഹൃത്തായി കിട്ടാനും വേണം ഭാഗ്യം. എനിക്ക് ആ ഭാഗ്യമുണ്ട്. വാ, വന്ന് കയറ്, നമ്മുടെ വീട്ടിൽ പോവാം. മനസ്സ് തുറന്നൊരു ചിരിയോടെ സുനീർ പറയുമ്പോൾ പരസ്പരം നോക്കി നിറഞ്ഞു ചിരിച്ചു പോയിരുന്നു റാബിയും ഷാഹിയും. അവരാ ഉമ്മയും മകളെയും അവരായി തന്നെ മനസ്സിലാക്കുന്ന ഒരുവൻ്റെ കയ്യിൽ തന്നെ അവരെ ഏൽപ്പിച്ച അവസാനം ദൈവവും. ഒരിക്കൽ പറ്റിയ തെറ്റ് തിരുത്താൻ എന്നതുപോലെ. കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ്